ഒത്തിരി ദിവസമായി എന്നറിയാൻ കുറച്ചധികം തിരക്കുകളായിപ്പോയി. നമുക്ക് എന്തായാലും അടുത്ത ബാച്ച് ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പം അത് റെഗുലർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം വരും. ദെൻ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അതിനകത്ത് എന്തോന്ന് കാണും, dy/dx എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം. നിങ്ങൾ ഇത് എഴുതാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല, വളരെ കോമൺ രീതിയിൽ ചിന്തിച്ചാൽ മതി. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് dy/dx മൈനസ് tan x ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy/dx ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ ഓർഡർ എന്തോന്നാണ്, dy/dxന്റെ ഇത് എത്ര വട്ടമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് dy/dx ആണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തോന്നായിരിക്കും, 1 ആയിരിക്കും. അപ്പം d²y/dx² കണ്ടാ, സ്ക്വയർ വന്ന് അപ്പം ഇത് എന്തോന്നാവും, ഓർഡർ, ഇതിന്റെ ഓർഡർ എന്തോന്നായിട്ട് മാറും, 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഓർഡർ എഴുതാൻ പഠിച്ചേ. ഈ dy/dx d²y/dx². അപ്പൊ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഹയസ്റ്റ് ഓർഡർ ഏതിനാണ്, d²y/dx²നാണ് ഹയസ്റ്റ് ഓർഡർ ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു ചോദ്യം ഇതിനകത്ത് താ നോക്കുക, d²y/dx². ഓക്കെ, ഡൺ. dy/dx ദ ഹോൾ സ്ക്വയർ, രണ്ടും രണ്ടാണ്. dy/dx ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വേറെ, d²y/dx² എന്ന് പറയുന്നത് വേറെ. ഓക്കെ, ഇതിൽ ഏതാണ് ഹയസ്റ്റ് ഓർഡർ ഉള്ളത്, ഇതിനാണ് ഹയസ്റ്റ് ഓർഡർ ഉള്ളത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം അതിന്റെ സ്ക്വയർ എടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് പിന്നെയും ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് എത്രത്തോളം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഇതിന്റെ ഓർഡർ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഏതാണ് ഓർഡർ, ദാണ്ട് ഇതിന്റെ പവർ ആണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഓർഡർ എത്രയാണ്, 2. d⁵y/dx⁵. ഓക്കെ, അപ്പൊ പ്ലസ് സൈൻ dy/dx. ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട്, ഇതിൽ ഏതാണ് ഹയസ്റ്റ് ഓർഡർ, ഇതാണ് 5 വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഓർഡർ എത്രയായിരുന്നു, ഇവിടുത്തെ ഓർഡർ 5 എന്ന് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പറ y" എന്ന് എഴുതിയാൽ എന്തോന്നാണ് അതിന്റെ അർത്ഥം, ഈ dy/dx എന്ന് പറയുന്നതും y' എന്ന് പറയുന്നതും f(x' എന്ന് പറയുന്ന എല്ലാം സെയിം ആണ്. എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, നമ്മൾ വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ ഒന്നുകൂടെ എടുത്ത്. അപ്പൊ ഇവിടെ () ആണ്, 3 വട്ടം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോന്നാണ്, 2 വട്ടം. ഇതിലെന്തോന്നാണ്, ഇല്ല, വട്ടം ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഏതാണ്, ഇതാണ്. അപ്പൊ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എത്ര കിട്ടി, 3 കിട്ടി. ഇനി അടുത്ത d²e⁻x/dx² പ്ലസ് cos x. ഇതിന്റെ എന്തോന്നാണ്, d²dx². ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓർഡർ എത്രയാണ് നമുക്ക് കിട്ടി, എത്രയാണ്, 2. അപ്പൊ ഇവിടുത്തെ നോക്കാം, d²cos x/dx². അപ്പൊ ഇവിടുത്തെ ഓർഡർ എത്രയാണ്, ഇത് e⁻y' ആണ്. അപ്പൊ ഇവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓർഡർ എത്ര കിട്ടി, ഇവിടുത്തെ ഓർഡറും 2 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇനി അടുത്ത ഡിഗ്രി, ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ. ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഇവിടുത്തെ ഡിഗ്രി ഞാൻ തൽക്കാലം ഡി എന്ന് മാത്രം വിളിക്കുകയാണ്. dy/dx മൈനസ് tan x. ഓക്കെ, ഇതല്ലേ ഡെറിവേറ്റീവ്, അതിന്റെ ഹയസ്റ്റ് ഓർഡറിനായിട്ട് കിടക്കുന്നത് ഇത് തന്നെയല്ലേ. ഇതിനേക്കാളും വലിയൊരു സാധനം ഈ ഇക്വേഷനകത്തില്ല. അതിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, dy/dxന്റെ പവർ ഇവിടെ എത്രയാണ്, 1 ആണ്. അപ്പൊ ഡിഗ്രി എത്ര, 1 കിട്ടി. അടുത്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ d²y/dx². അപ്പൊ ഇതിന്റെ പവർ എത്രയാണ്, 2 അല്ല. ഓക്കെ, അത് ഓർഡർ ആണ്. ഇത് മൊത്തത്തിൽ റേസ് ടു എത്രയാണ്, ഒന്നും എഴുതിയിട്ടില്ല എന്നാണെങ്കിൽ അതിന്റെ പവർ എത്രയെന്നാണ്, 1 എന്നാണ് അർത്ഥം. അപ്പൊ ഡി കിട്ടി, 1 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, d²y/dx² പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ പവർ ഏതാണ്, ഇതിന് റേസ് ടു പവർ എത്രയാണ്, 1 ആണ്. പക്ഷെ ഇതിന്റെ പവർ എത്രയുണ്ട്, 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഡിഗ്രി എത്രയെന്ന് എഴുതാം, 2 എന്ന് എഴുതാൻ പറ്റുമോ, പറ്റൂലടേ. ഹയസ്റ്റ് ഓർഡറിന്റെ ഹയസ്റ്റ് പവർ ആണ്. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഏതായിരുന്നു, ഇതായിരുന്നു. അതിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ക്വസ്റ്റ്യൻ d⁵y/dx⁵ പ്ലസ് സൈൻ dy/dx. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഒന്നുമില്ല, ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഒരു ഫംഗ്ഷന്റെ അകത്ത്, അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ f(x) എന്ന് എഴുതുന്നു. ഈ ഫംഗ്ഷന്റെ x ഇരിക്കുന്നതിന്റെ സ്ഥാനത്ത് dy/dx എങ്ങാനും കയറിയിരുന്ന, അതായത് ഒരു ഫംഗ്ഷനിനകത്ത് ഡെറിവേറ്റീവ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ
അതിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് സൈൻ എക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ എന്തോന്ന് വന്ന് സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് ഡി വൈ ബൈ ഡി എക്സ് കയറിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിഗ്രി ഞാൻ എന്തോന്ന് എഴുതും, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇവിടുത്തെ ഓർഡർ എത്രയായിരുന്നു, 5 ആയിരുന്നു. അപ്പൊ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി. അപ്പൊ ഇവിടെ ഡിഗ്രി എത്രയാണ്, ഇവിടുത്തെ ഡിഗ്രി നിങ്ങൾ പറ എത്രയാണ്. ഓർഡർ നമുക്കറിയാം, ഓർഡർ എത്രയായിരുന്നു, ഇവിടെ 3 ആയിരുന്നു. ഡിഗ്രി എത്രയായിരുന്നു, ഡിഗ്രി ആ 3ന്റെ പവർ എത്രയാണ്, മാക്സിമം 2 ആണ്. ഇനി ഡി സ്ക്വയർ ഡി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് കുഴപ്പമില്ല, കോസ് എക്സ്. ഓക്കെ, ഇതിന്റെ ഓർഡർ എത്രയായിരുന്നു, 2. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്, ടോട്ടൽ എത്രയുണ്ട്, 1 ഉള്ളൂ. അപ്പൊ ഡിഗ്രി കിട്ടി 1. ഇനി അടുത്ത ഡി സ്ക്വയർ കോസ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു വൈ ഡാഷ്. അവിടെയും ഒരു ഫംഗ്ഷന്റെ അകത്ത് കയറി ഈ ഡെറിവേറ്റീവ് കയറി ഇരിക്കുകയാണ്. അതായത് ഇ റേസ് ടു വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആയിരുന്നു വരേണ്ടത്. അതല്ലേ നമ്മുടെ സാധാരണ എഴുത്ത്, ഇ റേസ് ടു എക്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്തോന്നാണ് വന്നത്, ഇ റേസ് ടു വൈ ഡാഷ്, എക്സിന്റെ അവിടെ ഒരു ഡെറിവേറ്റീവ് കയറിയിരുന്നു. അപ്പൊ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നങ്ങനെ പറയുന്ന ഒരു ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ ഓർഡർ എത്രയാണ്ടേ, ഓർഡർ പറയടേ. ഇതാ നോക്ക്, ഇവിടെ 2 എണ്ണം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന് എത്രയാണ് ഓർഡർ, 2 തന്നെയാണ്. അതാണ് ഇതിന്റെ ഹയസ്റ്റ് പവർ, ഓർഡർ കിട്ടി. ഇനി ഡിഗ്രി ആരായിരിക്കും ഇവിടെ, നിങ്ങൾ പറ. ഹയസ്റ്റ് ഓർഡറിന്റെ ഹയസ്റ്റ് പവർ എന്നാണ് നമ്മൾ പഠിച്ചത്. ഹയസ്റ്റ് ഓർഡർ ഇവിടെ 2 എണ്ണം ഉണ്ട്. അതിന്റെ ഹയസ്റ്റ് പവർ ഏതിനാണുള്ളത്, ഇതിനാണുള്ളത്. അതാണ് റേസ് ടു 4. അപ്പൊ ഡിഗ്രി എത്ര വരും ഇവിടെ, 4 വരും. അപ്പൊ ഓർഡറും ഡിഗ്രി എഴുതാനുള്ള പരിപാടി മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ ഓർഡറും ഡിഗ്രി. നിങ്ങൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഡിഗ്രി എഴുതുന്ന സമയത്ത് നോൺ ഡിഫൈൻഡ് വരും എപ്പം ഒരു ഫംഗ്ഷൻ അകത്ത് ഡെറിവേറ്റീവ് കയറി വന്നു കഴിഞ്ഞാൽ. ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ഡെറിവേറ്റീവ് എവിടെയാണോ നടക്കുന്നത് ആ ടേം ആണ്. ഓക്കെ, ആ ടേം ആണ് എന്തോന്ന് പറയണം, അതിന്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയണം. അങ്ങനെയുള്ള ഹയസ്റ്റ് ഓർഡറിന്റെ ഹയസ്റ്റ് പവർ ആണ് ഡിഗ്രി. ഓക്കെ, ഡൺ, താങ്ക്സ്.